ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മള് പതഞ്ജലി മഹർഷിയുടെ 15 സാധനകള് ആചാര്യസ്വാമി ഉയർന്ന തലത്തിലുള്ള ചില അർത്ഥങ്ങൾ കൊടുത്തുകൊണ്ട് നിധിധ്യാസകൻ എങ്ങനെയാണ് ആ സാധനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാനുള്ളത് 8ാമത്തെ സാധനയാണ്. 7 സാധനകൾ വരെ നമ്മളിപ്പോ നോക്കി. 8ാമത്തെ സാധന മൂലബന്ധം എന്നൊരു സാധനയുണ്ടെന്നാ പറയുന്നത്. മൂലബന്ധം, അതിനെ കുറിച്ചാണ് ഇപ്പൊ ഇനി ആചാര്യസ്വാമി നമ്മളോട് പറയാൻ പോകുന്നത്. അതിന്റെ ശ്ലോകം 114ാമത്തെ ശ്ലോകം. യന്മൂലം സർവഭൂതാനാം യന്മൂലം ചിത്തബന്ധനം മൂലബന്ധ സദാ സേവ്യോ യോഗ്യോസൗ രാജയോഗിനാം. യന്മൂലം സർവഭൂതാനാം യന്മൂലം ചിത്തബന്ധനം മൂലബന്ധ സദാ സേവ്യോ യോഗ്യോസൗ രാജയോഗിനാം. ആചാര്യസ്വാമി മൂലബന്ധ എന്ന ആ ഒരു സാധനയാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെ ഒരു സാധനയുണ്ട്. ഈ വാക്കിന് 2 അർത്ഥമുണ്ട്. ഏതൊരു ദുഃഖത്തിനും, ഏത് പ്രയാസത്തിനും, ഏത് വിഷമത്തിനും ഒരു മൂല കാരണമുണ്ടാകും. നമുക്കൊക്കെ അറിയാം, ഏത് ഒരു കാര്യം വന്നാലും, അതൊരു ബുദ്ധിമുട്ട് വന്നാലും ഒക്കെ അതിനൊരു മൂല കാരണം ഉണ്ടാകും. ഈ മൂലകാരണത്തെ മാറ്റാനുള്ള പ്രവൃത്തി ചെയ്യലാണ് മൂലബന്ധ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലകാരണത്തെ നിവൃത്തി ചെയ്യാനായിട്ട്, അതിനെ നിവൃത്തി മാറ്റാനുള്ളൊരു പ്രവൃത്തി ചെയ്യുക. ഇപ്പോ തലവേദനയുള്ള ആള് എന്ത് ചെയ്യും? തലവേദനയുണ്ട്, അപ്പൊ അതിനൊരു മരുന്ന് കഴിക്കണം. അപ്പോൾ സാധാരണ അറിയുന്ന എന്തെങ്കിലും ഒരു തലവേദന മാറാനുള്ള ഒരു മരുന്ന്, ചിലപ്പോൾ ഒരു ഡോക്ടറോട് പറയും തലവേദന ഉണ്ട് എന്ന് വിളിച്ചു പറയപ്പോ പരിചയമുള്ള ഒരാളാണെങ്കിൽ ഒരു മരുന്ന് കഴിച്ചോളൂ, തലവേദന മാറിക്കോളൂ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടായിരിക്കും, ചിലപ്പോൾ തലവേദനയ്ക്കുള്ള മരുന്ന് നമ്മൾ കഴിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ തലവേദന അറിയാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നോർമൽ കോഴ്സിൽ. പിന്നീട് വീണ്ടും ഈ തലവേദന വരും, അപ്പോഴും കഴിക്കും. വീണ്ടും പിന്നെയും വരുമ്പോഴത്തേക്കുമാണ് ഇതെന്താ ഇങ്ങനെ തലവേദന വരുന്നേ എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രാവശ്യം അത്രയും ശ്രദ്ധിക്കില്ലല്ലോ. ആവർത്തനമായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഇതെന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നേ. അപ്പൊ തലവേദനയുടെ മരുന്ന് കഴിച്ചാൽ പോരാ, എന്താണ് ഇതിന്റെ കാരണം എന്നറിയണം. അങ്ങനെ ചെന്നപ്പോഴാണ് മനസ്സിലായേ കണ്ണിനാണ് പ്രോബ്ലം എന്ന് മനസ്സിലായി. അപ്പൊ തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ മതിയോ? പോരാ. അപ്പൊ കണ്ണിന്റെ പ്രോബ്ലം എന്താണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ മൂല കാരണം കണ്ണിന്റെ പ്രശ്നമായിരുന്നു. കണ്ണിന് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ തലവേദന വന്നുകൊണ്ടിരുന്നത്. അപ്പൊ മൂല കാരണം തലയിലല്ലായിരുന്നു, കണ്ണിലായിരുന്നു. കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ് തലവേദന ഉണ്ടായത്. അപ്പോ മൂലബന്ധത്തിന് അവിടെ കണ്ണിന് ഉള്ള പ്രശ്നത്തെ മാറ്റി കണ്ണിന് ചികിത്സ ചെയ്താൽ ഈ തലവേദന മാറും. അപ്പൊ ചികിത്സ ചെയ്യേണ്ടത് കണ്ണിനാണ്. അതാണ് മൂലകാരണത്തെ ബന്ധിക്കൽ. അപ്പോ ഐ ഡോക്ടറെ കണ്ടാണ് വേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്നത്. അപ്പൊ തലവേദനയുടെ മൂലകാരണം കണ്ണിന്റെ പ്രോബ്ലമാണ് എന്ന് മനസ്സിലായതുകൊണ്ട്, കാര്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ആ കാര്യത്തെ ബന്ധം ചെയ്യണം, നീക്കണം. അതാണ് മൂലബന്ധ, കാരണത്തെ നീക്കൽ. ഇനി രണ്ടാമത് പറയുമ്പോ മൂലബന്ധ എന്നതിനെ ഒരു ആസനം എന്ന് പറയും. നമ്മൾ നേരത്തെ സിദ്ധാസനമൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അതുപോലെ ഒരു ആസനം.
പത്മാസനം പോലെ, അർദ്ധപത്മാസനം പോലെ, സിദ്ധാസനം പോലെ, അങ്ങനെ ആസനമായിട്ടും മൂലബന്ധത്തെ പറയും. നിധിധ്യാസകൻ ചെയ്യേണ്ട മൂലബന്ധം എന്ത്? അപ്പൊ ഒരു ആസന രീതിയിലാണെങ്കിൽ നിധിധ്യാസകൻ ചെയ്യേണ്ട ഈ മൂലബന്ധം എന്ന ആസനം എന്ത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ മേൽപ്പറഞ്ഞ രണ്ടും നിധിധ്യാസകൻ ചെയ്യേണ്ടതില്ല. ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെ ചെയ്യേണ്ടതല്ല. ഏത് മറ്റേ കാരണത്തെ നോക്കൽ അതൊന്നും അല്ല. അപ്പൊ നിധിധ്യാസകൻ എന്താ ചെയ്യേണ്ടത്? കാരണം അയാള് നിധിധ്യാസകൻ സംസാരത്തില് എന്താണോ സംസാര കാരണമായിരുന്നത്, ആ സംസാര കാരണമായ അജ്ഞാനത്തെ നിധിധ്യാസകൻ ഓൾറെഡി നീക്കി. ആദ്യത്തെ സ്റ്റേജിലുള്ള സാധകനല്ല നമ്മളിപ്പോ, നിധിധ്യാസകനാണ്, ജ്ഞാനം വന്ന ആളാണ്. അപ്പോ അജ്ഞാനത്തെ നീക്കി. ഇപ്പൊ സംസാര കാരണത്തെ ആദ്യമേ നീക്കിയിട്ടുണ്ട്. ഇപ്പോ അത് നീക്കിയ അവസ്ഥയിലാണ്. ഓൾറെഡി അജ്ഞാനത്തെ മാറ്റിയിട്ടുണ്ട്. ഇനി അപ്പൊ അങ്ങനെ ബന്ധപ്പെടുത്താൻ, മൂലബന്ധത്തെ കണ്ടുപിടിച്ച് ബന്ധപ്പെടുത്താൻ അവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, അവിടെ ഒന്നുമില്ല. ആരംഭത്തില്, തുടക്കത്തില് അറിവില്ലായ്മ നമ്മുടെ അനർത്ഥത്തിന് കാരണമായിരുന്നു. ആ സമയത്തെല്ലാം അനർത്ഥത്തിന് കാരണമായിരുന്നു അറിവില്ലായ്മ. നിധിധ്യാസകൻ എന്ത് ചെയ്തു? ശ്രവണ മനനമൊക്കെ ചെയ്ത് വിചാരമൊക്കെ കൊണ്ട് ആ മൂലകാരണമായ അജ്ഞാനത്തെ ബന്ധിച്ചു കഴിഞ്ഞു. ഓൾറെഡി ബന്ധിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ജ്ഞാനം ലഭിച്ചത്. ഓൾറെഡി അവിടെ ബന്ധിച്ചു കഴിഞ്ഞതിനാൽ, അജ്ഞാനം മാറിയതിനാൽ ജ്ഞാനം ലഭിച്ചു. അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ മൂലബന്ധം എന്നുള്ളത് നിധിധ്യാസകനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് എന്നൊരു ചോദ്യമാണ് വരുന്നത്. മൂലകാരണത്തെയൊക്കെ ബന്ധിച്ചു കഴിഞ്ഞു, അതല്ല, പിന്നെന്താ ചെയ്യണ്ടേ? അപ്പോ ഇവിടെ ഒരു തടസ്സമുണ്ട്, ഇവിടെ ഒരു മൂലബന്ധമുണ്ട്. എന്താണത്? അയാളുടെ അറിവിന്, അതായത് ഒരു ജ്ഞാനം ലഭിച്ചിട്ടുണ്ടല്ലോ, ആ അറിവിന് അയാളുടെ സംസ്കാരം തന്നെ പലപ്പോഴും തടസ്സമായി വരുന്നു. വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താ കാരണം? നിധിധ്യാസകൻ ഇവിടെ ബ്രഹ്മനിഷ്ഠനായിരിക്കാൻ, ആത്മനിഷ്ഠനായിട്ടിരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതിനാണ് നിധിധ്യാസനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനിയാണ് അതിൽ തുടർച്ചയായിട്ടിരിക്കാൻ, അതിൽ തന്നെ മുഴുകിയിരിക്കാൻ, അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോ. അപ്പോ ആ സമയത്ത് എന്താണ് മൂലബന്ധം? ആ സമയത്ത് ആചാര്യസ്വാമി പറയുന്നു, സംസ്കാരം തന്നെ തടസ്സമായിട്ട് വരും. സ്വയം അവനവൻ തന്നെ ഒരു തടസ്സമായിരിക്കും, പുറത്തുള്ളതൊന്നല്ല. അവനവൻ തന്നെ ഒരു തടസ്സമായി അവിടെ വരുന്നു. നമുക്ക് നമ്മൾ തന്നെ തടസ്സം. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. നമുക്ക് നമ്മൾ തന്നെ തടസ്സം. അപ്പൊ എന്താ ചെയ്യുക? അതിനാണ് ഈ നിധിധ്യാസനം നിർബന്ധമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയും. ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അവനവൻ തന്നെയാണ് തടസ്സം. എന്തിന്? നിഷ്ഠ, ബ്രഹ്മനിഷ്ഠയില് ഇരിക്കാൻ പറ്റാത്ത കാരണത്തിന്. അപ്പൊ നിധിധ്യാസകന് മൂലബന്ധം എന്നാൽ എന്തായിരിക്കും? ഊഹിക്കാലോ, നേരത്തെയൊക്കെ പറഞ്ഞ പോലെ. എന്താണ് മൂലബന്ധം? ബ്രഹ്മം തന്നെ. ബ്രഹ്മം തന്നെയാണ് നിധിധ്യാസകന് മൂലബന്ധം. ഈ മൂലബന്ധത്തെ ശരണാഗതി അടയണം. ആരാണ് ഇവിടെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് ഒതുക്കി നിർത്തിയിരിക്കുന്നത്? ബ്രഹ്മം തന്നെയാണ്, അല്ലേ? ജ്ഞാനിയായപ്പോ ആരാണ് എല്ലാത്തിനും വന്ന് സഹായിക്കുന്നത്? എല്ലാത്തിനെയും നോക്കിക്കണ്ട് കൂടെ ഇരിക്കുന്ന ആരാണ്? ബ്രഹ്മം. അപ്പോ ബ്രഹ്മം തന്നെയാണ് ഇവിടെ മൂലബന്ധം. മൂലകാരണത്തെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പോ ശരണാഗതി ചെയ്യണം എന്നാ പറയണേ. ആ ബ്രഹ്മത്തെ ശരണാഗതി ചെയ്യണം. എന്താ ശരണാഗതി? ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുക തന്നെ. അതാണ് ശരണാഗതി. ബ്രഹ്മനിഷ്ഠനായിട്ട് തന്നെ ഇരിക്കണം. അപ്പോ ഒരു ചോദ്യം, അതെങ്ങനെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന മൂലബന്ധത്തെ? അത് വലിയ ചോദ്യമാണല്ലോ. എങ്ങനെയാണ് ഈ മൂലബന്ധത്തെ ബ്രഹ്മം എന്ന് പറയുക? അതിന് ആചാര്യസ്വാമി വ്യക്തമായിട്ട് മറുപടി തരുന്നു. എൻ മൂലം സർവഭൂതാനാം, ശ്ലോകത്തിന്റെ തുടക്കം. എൻ മൂലം സർവഭൂതാനാം എൻ മൂലം ചിത്തബന്ധനം. രണ്ട് കാര്യം പറഞ്ഞു. എൻ മൂലം സർവഭൂതാനാം, എല്ലാ ജീവരാശികൾക്കും എന്താണ് മൂലം?
എന്താണ് കാരണം? എല്ലാ ജീവരാശികൾക്കും കാരണം മൂലം എന്താണ്? സംസാര കാരണം എന്താണ്? മൂലകാരണം എന്താണ് സംസാരണത്തിന്റെ? അജ്ഞാനം. അജ്ഞാനമാണ് ഈ സംസാരത്തിന്റെ മൂലകാരണം. പ്രപഞ്ചത്തിന് കാരണമോ? പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ശരണാഗതി ചെയ്യുകയാണ് നിധിധ്യാസകന്റെ മൂലബന്ധം. അതാണ് സാധന, അല്ലെ? അപ്പോ അജ്ഞാനത്തെ നീക്കി ആ ജ്ഞാനത്തിലിരിക്കുമ്പോൾ ആ ബ്രഹ്മത്തെ ശരണാഗതി അടയുമ്പോൾ ഈ അജ്ഞാനം മാറും. ആ സംസ്കാരം, ഉള്ളിലുള്ള സംസ്കാരം പുറത്തു വരാതെ അത് ഒതുങ്ങും. അപ്പൊ ബ്രഹ്മത്തെ തന്നെ ശരണാഗതി അടയണം. അങ്ങനെ മൂലബന്ധം ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു തരത്തിലും മൂലബന്ധമാകില്ല. ബ്രഹ്മം തന്നെയാണ് മൂലബന്ധം. കാരണം സർവഭൂതാനാം എൻ മൂലം. അതുകൊണ്ട് ഇത് ചെയ്താലേ അത് ശാന്തമാകും. പിന്നെന്താ പറയണേ? എൻ മൂലം ചിത്തബന്ധനം. പൊതുവെ മനസ്സിനെ നിയന്ത്രിക്കണം, അടക്കണം എന്നൊക്കെ പറയും, അല്ലേ? സാധനയുടെ ആദ്യത്തെ സ്റ്റേജിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. യമനിയമാദികൾ കൊണ്ട് മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്തിനാ അത് ചെയ്യുന്നേ? ആദ്യത്തെ സ്റ്റേജില് യമനിയമാദികളൊക്കെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്തിനാ? ബ്രഹ്മദർശനം ലഭിക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മദർശനാർത്ഥം എന്നാണ് അതിന് മറുപടി പറയുക. അപ്പോ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ യമനിയമാദികളൊക്കെ നമ്മൾ ചെയ്ത് ശീലിക്കുന്നത്. ഇവിടെ ആചാര്യർ വേറൊരു ആംഗിളില്, വേറൊരു വിധത്തില് ഇതിനെ പറയുന്നുണ്ട്. ഈ സാധകന്റെ മനസ്സ് നിയന്ത്രണ വിധേയമാകാൻ കാരണം ബ്രഹ്മം എന്ന് പറയുന്നു. അത് സ്റ്റേജ് അങ്ങ് മാറി. ആദ്യം ബ്രഹ്മദർശനത്തിന് വേണ്ടി, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മനോനിയന്ത്രണമൊക്കെ വേണമെന്ന്. ഇപ്പൊ പറയുന്നു ഈ മനോനിയന്ത്രണം ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതിന്റെ കാരണമേ ബ്രഹ്മം കൊണ്ടാണ്. ബ്രഹ്മം കൊണ്ടാണ് ഈ മനസ്സ് നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ആളാണ് നിധിധ്യാസകൻ. ആദ്യത്തെ സ്റ്റേജിലുള്ള ആളല്ല. നിധിധ്യാസകൻ എന്താണ് മൂലമെന്തെന്നാണല്ലോ ചോദിച്ചപ്പോ അതിന്റെ ചോദ്യത്തിന് മറുപടിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ബ്രഹ്മം തന്നെയാണ് ഈ നിധിധ്യാസകന്റെ മനസ്സിന്റെ ആ നിയന്ത്രണത്തിന് കാരണമായിരിക്കും, നിയന്ത്രണ വിധേയമായിരിക്കുന്നതിന് കാരണമായിരിക്കുന്നു. ബ്രഹ്മം ഉള്ളത് കൊണ്ട്, ബ്രഹ്മചിന്തയിലായതുകൊണ്ടും അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നത് കൊണ്ടും മനസ്സടങ്ങി അവിടെ മനസ്സില്ല. മനസ്സടങ്ങി അവിടെ. അതിനാൽ ചിത്തബന്ധന കാരണമേ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. ചിത്തബന്ധന കാരണമേ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞു. ബ്രഹ്മദർശനത്തിന് ചിത്തബന്ധനം, ബ്രഹ്മദർശനം കൊണ്ട് ചിത്തബന്ധം. നല്ല, അത് രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ സ്റ്റേജ് ബ്രഹ്മദർശനത്തിന് ചിത്തബന്ധനം. ഇപ്പോഴോ ബ്രഹ്മദർശനം കൊണ്ട് ചിത്തബന്ധനം നടന്നിരിക്കുന്നു. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒരു മൂലബന്ധം എന്ന് പറഞ്ഞാൽ ആസനം ചെയ്യേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞു വന്നത്. നേരത്തെ പറഞ്ഞു ദേശം, കാലം, അതിനൊക്കെ പറഞ്ഞു വേറൊന്നും വേണ്ട, എല്ലാം ബ്രഹ്മം തന്നെ, ബ്രഹ്മം തന്നെ, ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞു വന്നു. ഇപ്പോ ഇതാ മൂലബന്ധം എന്ന ആസനത്തിനും മൂലബന്ധം എന്ന ആസനത്തിനും ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. കാരണം ബ്രഹ്മദർശനം കൊണ്ട് ചിത്തബന്ധനം ഉണ്ടാവുന്നു. മനസ്സമാധാനം 2 സ്റ്റേജിൽ വരും എന്ന് പറയുന്നു. മനസ്സമാധാനം 2 സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ബ്രഹ്മത്തെ ലക്ഷ്യമായി കൊണ്ട് മനസ്സിനെ ചഞ്ചലമില്ലാതെ വയ്ക്കുന്നു, അല്ലെ? ആദ്യത്തെ സ്റ്റേജില് ലക്ഷ്യം എന്താണ്? ഈശ്വര ദർശനം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മദർശനം. അപ്പൊ അത് കിട്ടണമെങ്കിൽ ആദ്യമേ പറയുന്നുണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം, മന ഏകാഗ്രത വേണം, മനവിശാലത വേണം. ഇതൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. മനഃശുദ്ധി വേണം. 3 കാര്യങ്ങളാണ് പറയുന്നത്. മനഃശുദ്ധി, മന ഏകാഗ്രത, മനവിശാലത. ഇത് 3 ഉണ്ടായാൽ അവിടെ ആ ഒരു ബ്രഹ്മദർശനം ലഭിക്കും. ഇത് 3 ഉണ്ടാവണമെങ്കിൽ അജ്ഞാനം മാറണം, അല്ലാതെ ഇത് 3 വരത്തില്ല. വിശാലതയൊക്കെ ഉണ്ടാവണമെങ്കിൽ അജ്ഞാനം മാറിയേ പറ്റുള്ളൂ.
ദ്വൈതത്തിൽ നിന്നാൽ ഈ മൂന്നും കിട്ടില്ല. അദ്വൈതത്തിലേക്ക് വന്നാലേ ഇത് മൂന്നും കിട്ടുള്ളൂ. അപ്പൊ ആ മൂന്ന് കാര്യങ്ങളും കിട്ടുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് സ്റ്റേജില് ഈ ബ്രഹ്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ചഞ്ചലമില്ലാതെ വയ്ക്കും. നമ്മൾ വെച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ ചഞ്ചലമില്ലാതെ മനസ്സിനെ വെക്കാനുള്ള സാധനങ്ങൾ ധാരാളം പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിനെ ചഞ്ചലമില്ലാതെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അഭ്യാസം കൊണ്ടേ പറ്റുള്ളൂ എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം അഭ്യാസം കൊണ്ട്, ഡെയിലി പ്രാക്ടീസ് കൊണ്ട്, സാധന കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ എന്നും നമുക്കറിയാം. ഇനി അപ്പോ ഒരു വിത്ത് എഫർട്ട്, അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ മനസ്സിനെ ആദ്യത്തെ സ്റ്റേജിൽ മനസ്സിനെ സമാധാനമായിട്ട് നിർത്താൻ, മനസ്സമാധാനത്തിന് എഫർട്ട് വേണം. വിത്ത് എഫർട്ട്, അതായത് ഒരേയൊരാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ജപിച്ചുകൊണ്ടിരിക്കുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. സമതമാദികൾ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പല രീതിയിൽ പല അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ മനഃശാന്തിയിലേക്ക് എത്തുന്നത്. അപ്പൊ വിത്ത് എഫർട്ടാണത്. വളരെ ശ്രദ്ധ വേണം, അത് വിത്ത് എഫർട്ട്. ഇനി ബ്രഹ്മദർശനം ലഭിച്ചതോടെ എന്തുണ്ടാവും? മനസ്സ് ഓട്ടോമാറ്റിക്കലി ശാന്തമായിരിക്കും. ബ്രഹ്മദർശനം ലഭിച്ച പിന്നെ അശാന്തമാകാനുള്ളതൊന്നും അവിടെ ഇല്ലല്ലോ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനന്തമായ ആ അനന്തം എന്നുള്ളതിനകത്ത് പരമാനന്ദം എന്നും കൂടെ ഉണ്ട്. അപ്പോ ആ പരമാനന്ദ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സമാധാനം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു സംഭവം വരേണ്ടതില്ല. അപ്പൊ അത് അവിടെ ഉണ്ട്. ബ്രഹ്മദർശനം ലഭിച്ചതോടുകൂടി മനസ്സ് ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടുന്ന ഒരു കാര്യവും. ബ്രഹ്മജ്ഞാനം കൊണ്ട് എന്താണ്? പൂർണ്ണത, പൂർണ്ണ ശാന്തത. ഒന്നിനോടും പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ലാതിരിക്കുക, ഒന്നിനോടും ഒന്നുമില്ല, പൂർണ്ണമായിട്ടും സ്വതന്ത്രനായി, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, പൂർണ്ണ ശാന്തനായി, പൂർണ്ണ തൃപ്തനായി ഇരിക്കുന്നു. അപ്പൊ ബ്രഹ്മജ്ഞാനം കൊണ്ട് അതെങ്ങനെയാ സാധിച്ചേ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ മിഥ്യ എന്ന ജ്ഞാനം അവിടെ കിട്ടി. അതുകൊണ്ടാണ് ശാന്തത വന്നത്. പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിയാൽ അശാന്തി തുടങ്ങും. അപ്പൊ പ്രപഞ്ചം മിഥ്യ എന്നറിയുമ്പോഴേ ശാന്തി ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. നമ്മളിപ്പോ സാധാരണ നിലയ്ക്ക് നമുക്ക് അശാന്തിയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒരു പ്രോബ്ലം എന്തെങ്കിലും ഇല്ലാത്ത ഒരു സമയമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. 100% ഉറപ്പാ. ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. അത് ഉണ്ടാകണമെങ്കിൽ പ്രപഞ്ചം മിഥ്യ എന്ന ബോധം ഉള്ളില് ഉറച്ചിരിക്കണം. അപ്പൊ വിഷമം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇത് ശീലിക്കുന്നത്. പ്രപഞ്ചം മിഥ്യ, ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും ഇങ്ങനെ ഉണ്ടാവും, നാളെ ഇങ്ങനെ മാറും, വികാരത്തിന് അടിമപ്പെട്ടതാണ്, ഇത് സത്യമല്ല, ശാശ്വതമല്ല, വികാരമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് ആ പ്രശ്നങ്ങളെല്ലാം മിഥ്യയാണ്. എന്തുകൊണ്ട് മിഥ്യ? സ്ഥിരമല്ലാത്തത് കൊണ്ട്, മാറ്റമുള്ളത് കൊണ്ട്, സത്യമല്ലാത്തത് കൊണ്ട്. സ്വപ്നത്തിന് എന്തുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നു? സത്യമല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം മിഥ്യയാണ്, സത്യമല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അശാന്തനാകേണ്ട കാര്യമില്ല, എനിക്ക് ശാന്തത തന്നെയാണ് വേണ്ടത്, ഞാൻ ശാന്തമായിട്ടിരിക്കാം, അത് വരും, അതിന്റെ പോലെ തിരിച്ചു പോകും എന്ന് വീണ്ടും 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 ഓരോ പ്രോബ്ലം വരുമ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിചാരം ചെയ്യല്, അല്ലേ? അതിന് ബ്രഹ്മവിചാരം കൊണ്ടുവന്നല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അയമാത്മാ ബ്രഹ്മ എന്നുള്ളതും അഹം ബ്രഹ്മാസ്മി എന്നുള്ളതുമുള്ള ഇങ്ങനെ കുറെ ആ ഉപനിഷത്ത് വാക്യങ്ങളെ, മഹാവാക്യങ്ങളെ വീണ്ടും വീണ്ടും ഓർത്ത് ഞാൻ ബ്രഹ്മൻ തന്നെയാണ് എന്ന് ഓർത്ത് 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 ഇത് മിഥ്യയാണ് 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 എന്നോർത്ത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ആ മഹാവാക്യത്തെ ഓർത്ത് അതിനെയൊക്കെ ഇങ്ങനെ ഓർത്ത് 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 ഈ പ്രോബ്ലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കെട്ടുപൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. മെല്ലെ മെല്ലെ പറ്റുള്ളൂ, പെട്ടെന്നൊന്നും പറ്റില്ല. ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ വരുമ്പോൾ അതിനെ ആദ്യം ഇങ്ങനെ പതുക്കെ തള്ളിക്കളയാൻ നോക്കുക. മനസ്സിന്റെ ഉള്ളിൽ കയറാതെ കണ്ട് പുറത്ത് വെച്ച് തള്ളി അതിനെ അവസാനിപ്പിക്കുക. അപ്പോ ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ച് ജ്ഞാനിയായിട്ടിരിക്കുന്ന ആൾക്ക് മനസ്സ് ഒന്നിനെ കൊണ്ടും ചഞ്ചലമാകുന്നില്ല. കാരണം അയാൾക്ക് പുറം ലോകം ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്.
മിഥ്യ, പ്രപഞ്ചം മിഥ്യ എന്ന് ഉള്ളിൽ ഉറയ്ക്കണം. പുറം ലോകം എന്ന ഒന്ന് അയാൾക്കില്ല. അതേസമയം ബ്രഹ്മം എന്നൊന്നില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? തിരിച്ചും ആലോചിച്ച് നോക്കാമല്ലോ. ബ്രഹ്മം എന്നൊന്നില്ല എങ്കിൽ രണ്ട് സ്റ്റേജിലും സമാധാനം കിട്ടില്ല. കണ്ടതാൽ ബ്രഹ്മം ഉള്ളത് കൊണ്ട് ബ്രഹ്മത്തെ നേടാൻ വേണ്ടി സാധനകളിൽ കൂടി ഒരു മനസ്സമാധാനം ഉണ്ടാക്കുന്നു. പിന്നീട് ബ്രഹ്മജ്ഞാനം വന്ന ശേഷം ഓട്ടോമാറ്റിക്കലി ശാന്തനായി മാറുന്നു. ഈ ബ്രഹ്മം എന്നൊന്നില്ല എങ്കിലോ ഒരു കാലത്തും ഒരു തരത്തിലും ശാന്തി സമാധാനവും ഉണ്ടാകില്ല. കാരണം ഇപ്പൊ അത് നേടാൻ വേണ്ടിയിട്ടും നേടിക്കഴിഞ്ഞാലും രണ്ടു തരത്തിലും സമാധാനത്തിനുള്ള ശാന്തതയ്ക്കുള്ള വഴിയുണ്ട്. നേടാൻ വേണ്ടിയും നേടിയ ശേഷവും. അത് ഈ ബ്രഹ്മം എന്നുള്ള ഒരു സംഭവം നേടാനായിട്ടില്ലെങ്കിലോ എപ്പോഴും അശാന്തിയായിരിക്കും, ഏത് സമയവും അശാന്തിയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ അജ്ഞാനിക്ക് സംഭവിക്കുന്നത്. നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്ത് ചിന്തിക്കേണ്ട ഒരു ഭാഗം അത് തന്നെയാണ് ഒരു അജ്ഞാനിക്ക് സംഭവിക്കുന്നത്. അജ്ഞാനിക്ക് ബ്രഹ്മമില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. അപ്പൊ എന്താണ്? എപ്പോഴും സംസാരത്തിലാണ്. സംസാരത്തില് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ഒന്ന്, പലതരത്തിൽ എന്തെങ്കിലും ഒരു ഇല്ലായ്മ അവിടെ ഉണ്ടായിരിക്കും. അത് സമാധാനത്തെ തരില്ല, അസമാധാനം കൊണ്ടുവരും. എന്തെങ്കിലും ഒരു ഇല്ല എന്നൊരു സംഗതി, എനിക്കതില്ല, ഇതിൽ എന്തെങ്കിലും ഇല്ലാത്തത്, അങ്ങനെ വരുമ്പോ ഒരു അസമാധാനം. ഒന്നുമില്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പറയും ആകെ ഒരു സുഖമില്ലെന്ന്. കാരണം ഈ ഉള്ളിലുള്ള സത്യത്തെ, ആ ശരിയായ ശാന്തിയെ അനുഭവിക്കാത്തിടത്തോളം കാലം ഒരു അശാന്തി ഉള്ളിലുണ്ടാവും. എല്ലാം കിട്ടിയാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അശാന്തി ഉള്ളിലുണ്ടാവും. സംശയമില്ലാത്ത കാര്യം. ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അശാന്തി മാറണമെങ്കിൽ ഉള്ളിലുള്ള ആ ശാന്തതയെ തിരിച്ചറിയണം. അത് തന്നെയാണ് മോക്ഷം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ചിന്തനത്തിൽ കൂടി മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ ബ്രഹ്മചിന്ത ഇല്ലാതെ പറ്റില്ല. ആത്മാവിനെ കുറിച്ചറിയാതെ കണ്ട് ഒരാൾക്ക് ശാന്തി ലഭിക്കില്ല. അതുകൊണ്ട് അജ്ഞാനിക്ക് ശാന്തി ഇല്ല ഒരിക്കലും. അതേസമയം വേദാന്തം പഠിക്കുന്ന ആൾക്ക് ശാന്തി കൈവരും. എങ്ങനെയാ? ആദ്യത്തെ സ്റ്റേജില് ആ ബ്രഹ്മത്തെ അറിയുവാൻ, ആത്മാവിനെ അറിയുവാൻ, അവനവനെ അറിയുവാൻ വേണ്ടി സാധനകളിൽ മുഴുകുമ്പോൾ സമാധാനമുണ്ടെങ്കിലേ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്ന വിചാരത്തിൽ കൂടി കഠിനമായ സാധനകൾ ചെയ്യുമ്പോൾ ഒരു ശാന്തി, ഒരു മനസ്സമാധാനം അവിടെ ഉണ്ട്. കാരണം മറ്റുള്ളതിനെല്ലാം ത്യജിക്കുക, എല്ലാത്തിനെയും ത്യജിച്ച് ഈ ഏക ലക്ഷ്യത്തിലേക്ക് മനസ്സ് വെക്കുമ്പോൾ മനസ്സിന് സമാധാനം. പിന്നീടോ ആ ഏക ലക്ഷ്യം കിട്ടിയ ശേഷം സമാധാനത്തിൽ തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ തെളിവ്, അതിൻ്റെ ഫലം സമാധാനമാണ്. അപ്പൊ ബ്രഹ്മ സായുജ്യം എന്ന് പറയുന്നത് ആ സമാധാനം തന്നെയാണ് അതെല്ലാം. അപ്പൊ അങ്ങനെ ജ്ഞാനി മനസ്സമാധാനത്തോടെ ഇരിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോ സാധകനും ജ്ഞാനിയും തമ്മില്, സാധകന് സമാധാനം ഉണ്ടെന്നാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞത്. അത് വിത്ത് എഫർട്ട്, ഒരു എന്താ പറയുക അതിന്, എഫർട്ടിന് ഒരു പ്രയത്നം കൊണ്ട് കിട്ടുന്ന സമാധാനമാണ് സാധകന്റേത്. പ്രയത്നം, അയാൾക്കൊരു പ്രയത്നം കൊണ്ടാണ് സമാധാനം കിട്ടുന്നത്, എന്തെങ്കിലും സാധന. അതേസമയം ജ്ഞാനിക്കോ പ്രത്യേകിച്ച് ഒരു എഫർട്ടും വേണ്ട, ഒരു പ്രയത്നവും വേണ്ട, സ്വയം സമാധാന സ്വരൂപനാണ്. സ്വയം സമാധാന സ്വരൂപൻ, ആ സ്വരൂപമേ സമാധാന സ്വരൂപമാണ്. സ്വരൂപം തന്നെ സമാധാനം. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് പ്രയത്നം കൊണ്ട് നേടുന്നു, ഒന്ന് സ്വയം അവിടെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു, അവിടെ അതിലാണ്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അത് സ്വഭാവമായി മാറിയിരിക്കുകയാണ് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും സമാധാനത്തിലാണ്. അതിന് കാരണം ബ്രഹ്മം തന്നെ അല്ലെ. ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ടാണല്ലോ അങ്ങനെ സാധിക്കുന്നത്. ബ്രഹ്മത്തെ ലഭിച്ചത് കൊണ്ടാണല്ലോ, ആ അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ, അവന്റെ അവനവന്റെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട്. അപ്പോ ബ്രഹ്മം തന്നെ അതിന് കാരണം. അപ്പോ മൂലം ചിത്തബന്ധനം, മനസ്സടങ്ങാൻ എന്ത് കാരണം?
തത് മൂലബന്ധ, ബ്രഹ്മം തന്നെ, ബ്രഹ്മമൂലം, തത് മൂലബന്ധ, ബ്രഹ്മം, ആ തന്നുള്ള ബ്രഹ്മം തന്നെ മൂലബന്ധം, അത് തന്നെ മൂലബന്ധം. ബ്രഹ്മത്തെ മൂലബന്ധം എന്ന് പറയാൻ ആചാര്യസ്വാമികൾ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, സർവജീവരാശികൾക്കും കാരണം ബ്രഹ്മമാണ്, സർവജീവരാശികൾക്കും കാരണം ബ്രഹ്മം. രണ്ട്, നമ്മുടെ മനസ്സ് ഒടുങ്ങുന്നതിനും കാരണം ബ്രഹ്മം. അതാണ് യൻ മൂലം സർവഭൂതാനാം യൻ മൂലം ചിത്തബന്ധൻ. രണ്ടിനും ബ്രഹ്മം തന്നെ കാരണം. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ മൂലബന്ധം എന്ന് നിധിധ്യാസകനുള്ളത് ബ്രഹ്മം തന്നെ. അസൗ യോഗ്യ രാജയോഗിനാം. ഇവിടെ രാജയോഗി എന്ന് പറയുന്നത് ഈ നിധിധ്യാസകനെ തന്നെയാണ് രാജയോഗി എന്ന് പറയുന്നത്. അയാൾ യോഗ്യനാണ്. സദാസേവ്യ, സദാസേവ്യ. ഈ നിധിധ്യാസകൻ അയാൾ തന്നെയാണ് രാജയോഗി എന്ന് ഇവിടെ പ്രയോഗിച്ചത്, അയാളെ തന്നെയാണ്. ഈ ബ്രഹ്മത്തിന് സമർപ്പിതരായവരാണ്. അസൗ യോഗ്യ, ഈ ബ്രഹ്മത്തിന് സമർപ്പിതരായവർ. സദാസേവ്യ, എപ്പോഴും എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കണം. ഇത് ഇന്ന സമയം വരെ എന്നില്ല. സദാസേവ്യ, എപ്പോഴും ഈ ബ്രഹ്മത്തെ സേവിച്ചു കൊണ്ടിരിക്കണം. ആ നിലയിൽ എപ്പോഴും ഇരിക്കണം. എപ്പോഴും ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ ബ്രഹ്മത്തിലിരിക്കുക എന്നുള്ളത്, ആ ബ്രഹ്മചിന്തയിൽ ഇരിക്കുക എന്നുള്ളത്, എന്തിലും ഏതിലും ബ്രഹ്മത്തെ കാണുക എന്നുള്ളത്. അപ്പോ ആ അങ്ങനെ ഇരിക്കുന്ന നിധിധ്യാസകന് അയാൾക്ക് വേറെ മൂലബന്ധനം എന്ന് പറഞ്ഞൊരു ആസനത്തിന്റെ ആവശ്യം ഇല്ല. അയാൾക്ക് ഈ ബ്രഹ്മചിന്തനം തന്നെയാണ് മൂലബന്ധം. അയാൾ ബ്രഹ്മനിഷ്ഠനായിരുന്നാൽ മതി. അതിനാണല്ലോ ഈ സാധനം ചെയ്യുന്നത്. നിധിധ്യാസകൻ എന്താ ചെയ്യുന്നത്? ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കാനാണ്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ അയാൾ വേറെ പ്രത്യേകം, നേരത്തെ പറഞ്ഞു, വേറൊരു ആസനം, സിദ്ധാസനം വേണ്ട, വേറൊരു ദേശം വേണ്ട, വേറൊരു കാലം വേണ്ട, കുറെ എല്ലാം ഇതുവരെ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ വേറൊരു വെർഷനിലാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ മൂലബന്ധം എന്നുള്ളൊരു സാധനം അയാൾക്ക് ആവശ്യമില്ല. അയാള് ആ ബ്രഹ്മചിന്തനത്തില് ഇരുന്നാൽ മതി. അത് തന്നെ മൂലബന്ധനം. നിധിധ്യാസകന് മൂലബന്ധനം ബ്രഹ്മം തന്നെ എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു തന്നത്. അപ്പോ കാലം ബ്രഹ്മം തന്നെ, ദേശം ബ്രഹ്മം തന്നെ, ആസനം ബ്രഹ്മം തന്നെ, മൂലബന്ധനവും ബ്രഹ്മം തന്നെ. ഈ നാലെണ്ണം വളരെ ക്ലിയർ ആണ്. ഇപ്പോ കാലം ബ്രഹ്മം, പ്രത്യേകിച്ചൊരു കാലം നോക്കട്ടെ, നല്ല കാലം ചീത്ത കാലം ഒന്നും ഇല്ല. പിന്നെ രാവിലെ ഇന്ത്യ, വൈകുന്നേരം ഇല്ല, ഉച്ചയ്ക്ക് അങ്ങനെയൊന്നും നോക്കണ്ട, ബ്രാഹ്മമുഹൂർത്തം ഒന്നും നോക്കണ്ട. നിധിധ്യാസകനെ സംബന്ധിച്ച് സർവസമയവും ബ്രഹ്മമല്ലാതെ ഒന്നുമില്ലല്ലോ. എല്ലാ കാലവും ബ്രഹ്മത്താൽ നിറഞ്ഞിരിക്കുന്നില്ലേ, ബ്രഹ്മത്തിന്റെ തന്നെയല്ലേ കാലം. അപ്പൊ അവിടെ കാലമില്ല. അതേമാതിരി ദേശം, ഇന്ന സ്ഥലത്ത് ഇന്ന് പോയി കാട്ടി പോകണമെന്നോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണമെന്നോ ശബ്ദം കേൾക്കാത്തടത്ത് പോകണമെന്നോ ഒന്നുമില്ല. ദേശമൊന്നും പ്രശ്നമല്ല. പിന്നെ ആസനം, ഇരിക്കുന്നിടത്ത് എങ്ങനെയാണോ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ശരീരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതെ എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരിക്കുന്ന ആസനം. അതേതാണെങ്കിലും കുഴപ്പമില്ലെന്നും. എന്ത് സ്വാതന്ത്ര്യം അവിടെ തന്നിരിക്കുന്നത്? എല്ലാത്തിലും സ്വാതന്ത്ര്യം തന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എല്ലാത്തിലും സ്വാതന്ത്ര്യം വരുമ്പോഴാണ് സർവസ്വതന്ത്രനാകുന്നത്. കാലം നമ്മളെ പിടിക്കില്ല, ദേശം നമ്മളെ പിടിക്കില്ല, ഇന്ന ആസനങ്ങൾ വേണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയോടെയും നമ്മളെ പിടിക്കത്തില്ല. ഇപ്പൊ ഇതാ മൂലബന്ധം എന്ന് പറഞ്ഞൊരു ആസനവും വേണ്ട. എത്ര സ്വാതന്ത്ര്യമാണ് തരുന്ന ആചാര്യസ്വാമി. പക്ഷേ നമ്മൾ അതിന് യോഗ്യനാകണം. ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗ്യരാവണം. ഇല്ലേ? ഇപ്പൊ നമ്മുടെ ദേശത്തില്, നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ശരിക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്താണ്, പലരും ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യും. അതിന് വേറൊരു അർത്ഥത്തിലാണ് അതിനെ കാണുന്നത്. സ്വതന്ത്രമായിരിക്കുന്ന എന്നുള്ളതിനെ കാണുന്നത് വേറൊരു അർത്ഥത്തിൽ. എന്തും ചെയ്യാം എന്നുള്ളതല്ല സ്വാതന്ത്ര്യം, അല്ലെ? അതാണോ സ്വാതന്ത്ര്യം? എന്തും എനിക്ക് ചെയ്യാം, അതല്ല. ഒരു പ്രത്യേക രീതിയിൽ, നല്ല രീതിയിൽ ജീവിക്കുക, മനസ്സിനെ സ്വതന്ത്രമാക്കി വെക്കുക, ഒന്നിനോടും പ്രത്യേകിച്ചൊരു കൂടുതലോ കുറവോ അങ്ങനെയൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിരിക്കുക, കെട്ടുപാടുകൾക്കൊത്ത് നിന്ന് വിഷമിക്കാതിരിക്കുക. ഇങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് വലിയ വൈഡ് മീനിങ് ആണ്. അത് പലരും പല രീതിയിൽ അതിനെ വിശദീകരിക്കും. മാനസികമായിട്ടുള്ളതാണോ, ശാരീരികമായിട്ടുള്ളതാണോ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? കാലം പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല,
ആസനം പ്രശ്നമല്ല, മൂലബന്ധം പ്രശ്നമല്ല, എല്ലാം ബ്രഹ്മമാണ് എന്നുള്ളതിൽ ഉറച്ചിരിക്കണം. ബ്രഹ്മനിഷ്ഠനാണല്ലോ, ജ്ഞാനിയാണല്ലോ. അപ്പോ നിഷ്ഠ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ തന്നെ ഉറച്ച് ഇരിക്കണം. അപ്പൊ ഈ ശ്ലോകങ്ങളിലെല്ലാം അഹം ബ്രഹ്മ എന്ന അറിവോടെ ഇരിക്കലാണ് പറയുന്നത് ഇതിലെല്ലാം. അപ്പൊ ഇപ്പൊ എത്ര സാധനയായി? ഇപ്പോ 8ാമത്തെ സാധനയാണ് ഇപ്പൊ പറഞ്ഞത്. 8 സാധനങ്ങളിലും എന്താണ് പറഞ്ഞത്? ബ്രഹ്മമായി ഇരിക്കുക, അഹം ബ്രഹ്മ എന്നുള്ള, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവോടെ ഇരിക്കുക, സദാ ആ ചിന്തനത്തിലിരിക്കുക, എപ്പോഴും ആ ചിന്തനത്തിലിരിക്കുക എന്നിപ്പോ 8 സാധനങ്ങളിൽ കൂടി പറഞ്ഞു. ഇനി 7 സാധനങ്ങളും കൂടെ പറയാനുണ്ട്. അതും ഇത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ സർവ സമയത്തും ബ്രഹ്മചിന്തനത്തിലിരിക്കുക, സർവ്വതിനെയും ബ്രഹ്മമായി കാണുക, എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ ഈ ശാന്തിയെ അനുഭവിക്കുക. എഫർട്ട്ലെസ് ശാന്തിയിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പോയിന്റാ, എഫർട്ട്ലെസ് ശാന്തി, എഫർട്ട്ലെസ് ആയിട്ടിരിക്കുക. എത്ര നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സമാധാനത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുക, നമ്മൾ സമാധാന സ്വരൂപനായിരിക്കുക. എന്ത് രസമാണത്! സമാധാന സ്വരൂപം. അങ്ങനെയുള്ള സ്വരൂപത്തെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് രമണ മഹർഷിയുടെ മുമ്പിൽ ചെന്നിരിക്കുന്ന ഒരാള്, അയാൾ സമാധാനം തന്നെ ആയിരിക്കും, അയാളിൽ വേറൊന്നും വരില്ല. വലിയ ഗുരുക്കന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കുന്ന ഒരാൾക്ക് ആ സമയം മുഴുവൻ സമാധാനമായിരിക്കും. സ്വാമിയുടെ മുമ്പിൽ, ഭഗവാന്റെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത്, ഒരു ദർശനത്തിന് പോയിരിക്കുമ്പോൾ ഒരു സമാധാനക്കുറവും ഇല്ല. ആ മനസ്സ് ഫുള്ളായിട്ടും ഭഗവാനിലിരിക്കുക, ആ ബ്രഹ്മ സാമീപ്യം അതിനെ അനുഭവിക്കുമ്പോൾ അവിടെ സമാധാനം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് വീട്ടിലോട്ടൊക്കെ അവരും വിളിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ തുടങ്ങും. അങ്ങോട്ട് ചെല്ലുമ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അവിടെ ചെന്ന ആ ദർശന സമയത്ത് അവിടെ കയറിയിരുന്ന ഒരു നോക്ക് ഭഗവാനെ കാണുമ്പോൾ, അതാണ് ബ്രഹ്മത്തിൽ വരുമ്പോൾ എഫർട്ട്ലെസ് ആയിട്ടുള്ള ആ സമാധാനം അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഏത് വലിയ ഗുരുവിന്റെ മുമ്പിൽ ചെന്നിരുന്നാലും നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ അടുത്ത് പോലും ഇല്ലേ, നമ്മളെ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, മറ്റതല്ല, ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ സാമീപ്യത്തിൽ നമ്മൾ ഈ സമാധാനം അനുഭവിക്കുന്നുണ്ട്. നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. ഇനി അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഏത് ഗുരുവാണോ എന്തൊക്കെയോ പറഞ്ഞു തരുന്നേ, ആ ഗുരുവിന്റെ സാമീപ്യത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു സമാധാനം നമുക്ക് കൈവരുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കും. തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഗുരുവിന്റെ മഹിമ. ആ ബ്രഹ്മനിഷ്ഠനായ ഗുരുവായിരിക്കണം. ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാവരും ഇപ്പോ രമണ മഹർഷിയെ പോലെയുള്ള ആൾക്കാരായിക്കോണമെന്നില്ല. പക്ഷേ ആ യാത്രയിലുള്ളവരായിരിക്കാം. നമ്മുടെ ഗുരുനാഥന്മാര് പലരും അവരും നമ്മളെപ്പോലെ സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റേജിലായിരിക്കും. എന്തായാലും ആ ഒരു ചെറിയ രീതിയിലെങ്കിലും ആ ഒരു ബ്രഹ്മചിന്ത അവരുടെ ഉള്ളിൽ, അത് ഭക്തിയോടെ ആയിരിക്കാം, വേറെ പല രീതിയിലായിരിക്കാം. അപ്പൊ ഭക്തന്മാരുണ്ടല്ലോ, അവരിപ്പോ നമ്മൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കില്ല. പക്ഷെ സർവ്വതും ഈ പറഞ്ഞ ശരണാഗതി ഉള്ളവരായിരിക്കാം. ശരണാഗതി വരുമ്പോ അവിടെ എന്തായി? അവിടെ ബ്രഹ്മജ്ഞാനമായി. വേറെ ഒന്നും അവിടെ രണ്ടില്ല. ഞാനില്ല, ഞാനും ഭഗവാൻ എന്നുള്ള ചിന്തയില്ല, സർവവും ഭഗവാന്റെ തന്നെ എന്നുള്ള ഭക്തന്റെ കാര്യം ഞാൻ പറഞ്ഞ, അല്ലാതെ മറ്റു ഭക്തന്റെ കാര്യമല്ല. കാര്യങ്ങൾ നേടാൻ വേണ്ടി പോകുന്ന ഭക്തന്റെ കാര്യമല്ല. എല്ലാം ഈശ്വരൻ തന്നെ എന്ന് തിരിച്ചറിയുന്ന ഒരു ഭക്തന്റെ അടുത്ത് ചെന്നാലും നമുക്ക് ഈ സമാധാനം അനുഭവിക്കാൻ സാധിക്കും. ഏതായാലും ഭഗവാൻ നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക്, സദാ സ്വയം സമാധാനം ഉള്ള ഒരവസ്ഥയിലേക്ക്, തനിയെ നമ്മൾ അറിയാതെ ഉള്ളിൽ എപ്പോഴും സമാധാനം തന്നെ ആയിരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിരാം സർ. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം കേട്ടോ. ലേറ്റേക്ക് പാലായി പോയിരിക്കുവായിരുന്നേ. ആണോ? ഓ ശരി. ബസ് ഇടുന്ന് പോയാ അന്നേരം ഒത്തിരി ലേറ്റ്. ഞാൻ അങ്ങോട്ട് വരാനുള്ള സമയം കിട്ടിയില്ല. ഓ രാവിലെ വരാം. ആയിക്കോട്ടെ. സായിരാം സാർ. സായിരാം.